സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്നതായിരുന്നു പാലക്കാട്ടെ എക്സൈസ് സംഘം നേരിട്ട സാഹസിക ദൗത്യം. 7.34 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ പിടികൂടാനെത്തിയ ഉദ്യോഗസ്ഥരെ വരവേറ്റത് 20ഓളം വളർത്തുനായ്ക്കളായിരുന്നു. കുറച്ചും പാഞ്ഞെടുത്തും അക്രമം കാണിച്ച ഈ നായപ്പടയെ നേരിടാൻ നമ്മുടെ എക്സൈസ് മാർഗം സ്വീകരിച്ച മാർഗം ബിസ്ക്കറ്റായിരുന്നു. കൊല്ലങ്കോട്ടെ പോസ്റ്റ് ഓഫീസ് വഴി മേഘാലയയിൽ നിന്ന് കഞ്ചാവ് കടത്തിയ കേസിലെ പ്രധാന പ്രതിയായ 19 വയസ്സുകാരൻ ജിജിറ്റിനെ തേടിയാണ് ചിറ്റൂർ എക്സൈസ് സർക്കിൾ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ്, കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് എന്നിവരടങ്ങിയ സംഘം എത്തിയത്. ജിജിറ്റ് നാട്ടിലെത്തിയെന്ന് കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പുലർച്ചെ കൊല്ലങ്കോട്ടും പാലക്കാടും ഒരേ സമയം തന്നെ പരിശോധന നടത്തിയത്. നായ്ക്കൾ കൂട്ടമായി എക്സൈസ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. സാധാരണഗതിയിൽ പിന്നോട്ട് മാറേണ്ട സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ മറ്റൊരു തന്ത്രം പുറത്തെടുത്തു. നായ്ക്കൾക്ക് ബിസ്ക്കറ്റുകൾ നൽകിയും അവയെ തുരത്തിയോടിച്ചുമാണ് സംഘം മുന്നോട്ടു പോയത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ നായപ്പടയെ പിന്തിരിപ്പിച്ച് അവർ വീട്ടിനുള്ളിലേക്ക് കടന്നു. അന്വേഷണ സംഘത്തെ കണ്ടതും പാലക്കാട് പുത്തൂർ വെള്ളോളി ലൈനിലെ വാടക വീട്ടിലുണ്ടായിരുന്ന ജിജിറ്റ് ടെറസിലൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥർ ഒട്ടും പിന്നിലായിരുന്നില്ല. സാഹസികമായി പിന്തുടർന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഈ പ്രതിയെ പൊക്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊല്ലങ്കോട് തെക്കേ പാവടി സ്വദേശികളായ ആർ സഞ്ജയ്, ആർ രാഹുൽ എന്നീ സഹോദരങ്ങളെയും അറസ്റ്റ് ചെയ്തിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ NG അജയകുമാർ, PK മുഹമ്മദ് ഷഫീഖ്, ഇൻസ്പെക്ടർമാരായ K അഭിലാഷ്, തൻസീൽ താഹ, UK ജിതിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ V മണി, R സന്തോഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ M സുരേഷ് കുമാർ, V ശിവകുമാർ, S നടേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. അതേസമയം പെരുമ്പാവൂരിൽ ഇന്നലെ പിടികൂടിയ 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയത് വിദേശത്തുനിന്ന്. പിടിയിലായ ദമ്പതികൾ ആയുഷും അനഘയും മൊത്ത കച്ചവടക്കാരാണ്. ഇവർക്ക് പിന്നിൽ വമ്പന്മാരുണ്ട് എന്നുള്ള നിഗമനത്തിൽ അന്വേഷണം കടുപ്പിച്ച് പോലീസിന്റെ ലഹരി വിരുദ്ധ സംഘമായ ഡാൻസാഫ് 2 ആഴ്ച മുമ്പ് ലഹരി ഇടപാടിന് മാത്രമായി ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതടക്കം ഇവരുടെ പ്രവർത്തന രീതിയും ഏറെ പ്രത്യേകതകൾ ഉള്ളതാണെന്ന് പോലീസ് പറയുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിലായിരുന്നു അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ലഹരിവേട്ട. വൈപ്പിൻ അറുകാട് സ്വദേശിയായ മുഖ്യപ്രതി ആയുഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഡാൻസാഫ് തടഞ്ഞു നിർത്തി പരിശോധിച്ചതോടെയാണ് ലഹരിവേട്ടയ്ക്ക് തുടക്കമായത്.